നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളിൽ ചിലത് ഒഴിവാക്കിയ ഗവർണറുടെ നടപടിയിൽ വിവാദം. ഗവർണർ ഒഴിവാക്കിയ ഭാഗം സഭയിൽ വായിച്ച് മുഖ്യമന്ത്രിയുടെ അസാധാരണ നടപടി. അർത്ഥസത്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി ലോക്ഭവൻ വാർത്താക്കുറിപ്പിറക്കി. ഗവർണർ സർക്കാർ തർക്കമെന്ന് കേട്ടാൽ ജനം ചിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ അവസാന നയപ്രഖ്യാപനത്തോടെ ഗവർണർ സർക്കാർ പോര് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ്. സാധാരണ പോലെ കടന്നുപോയെന്ന് തോന്നിച്ച നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞായിരുന്നു അപ്രതീക്ഷിത ട്വിസ്റ്റ്. പ്രസംഗം പൂർത്തിയാക്കി മടങ്ങിയ ഗവർണറെ യാത്രയാക്കിയ ശേഷം മടങ്ങിവന്ന മുഖ്യമന്ത്രി പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഗവർണർ ഒഴിവാക്കിയെന്നും ചില ഭാഗത്ത് കൂട്ടിച്ചേർക്കൽ നടത്തിയെന്നും സഭയെ അറിയിച്ചു. പ്രസംഗത്തിലെ 12, 15, 16 ഗണ്ണികകളിലാണ് ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും നടന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിലെ ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും രേഖകളിലുണ്ടാകില്ലെന്ന് സ്പീക്കറും വ്യക്തമാക്കി. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. എല്ലാ കാര്യങ്ങളിലും ഒത്തുതീർപ്പിലെത്തുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരിഹാസ്യമാണെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരമില്ല. ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനുള്ള അധികാരമില്ല. അതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി തുടങ്ങുമ്പോൾ, കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. പിന്നാലെ അനാവശ്യ വിവാദമെന്നാരോപിച്ച് ലോക്ഭവൻ വാർത്താക്കുറിപ്പിറക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് അർദ്ധസത്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി വാർത്താക്കുറിപ്പിൽ ലോക്ഭവൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.